ഞാൻ ഡോക്ടർ ഗിരിജ മോഹൻ ഹാപ്പി ഹെൽത്ത് കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരു പേരൻറ്റിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, പേരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, ഒരു സയൻസാണ്. അത് ഓട്ടോമാറ്റിക്കലി പഠിച്ചു പോകുന്ന ഒരു കാര്യമാണ്. ഒരു പേരൻ്റ് ആകുമ്പോൾ പേരൻറ്റിങ് ഓട്ടോമാറ്റിക്കലി പഠിച്ചു പോകുമല്ലോ. എന്നാലും എങ്ങനെയാണ് പേരൻറ്റിങ് എന്നുള്ളത് പ്രത്യേകിച്ച് ടൈം പേരൻസിന് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ പല തരത്തിൽ പേരൻറ്റിങ് ഉണ്ട്. ഹെലികോപ്റ്റർ പേരൻറ്റിങ് എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കുറേ പേർ അത് കണ്ടിട്ടുമുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് വളരെ ചുരുക്കത്തിൽ ലൈറ്റ് ഹൗസ് പേരൻറ്റിങ്ങിനെ പറ്റിയാണ്. ലൈറ്റ് ഹൗസ് എന്താണെന്ന് അറിയാമല്ലോ. അതായത് നമ്മളുടെ സ്ഥലമായ ആലപ്പുഴയിൽ തന്നെ ഒരു ഫേമസ് ലൈറ്റ് ഹൗസ് ഉണ്ട്. ആലപ്പുഴ ബീച്ചിലാണ്. അപ്പോൾ ലൈറ്റ് ഹൗസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ, ഷിപ്പുകൾ പോകുമ്പോൾ എന്തെങ്കിലും ഒരു ദിശ തെറ്റുകയോ ഇവിടെ കരയുണ്ടെന്ന് കാണിക്കുന്നതാണ് ലൈറ്റ് ഹൗസ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് ലൈറ്റ് ഹൗസിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ അതുപോലെ തന്നെയാണ് പേരൻസ് ഒരു ലൈറ്റ് ഹൗസ് ആകുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ലൈറ്റ് ഹൗസ് പേരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് സ്നേഹം, പിന്തുണ, അതായത് സപ്പോർട്ട്, മാർഗനിർദ്ദേശം, ഗൈഡൻസ് കൊടുക്കുകയും എന്നാൽ കുട്ടികൾക്ക് തന്നെത്താൻ ഡെവലപ്പ് ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കുകയും ചെയ്യുന്ന ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ് ലൈറ്റ് ഹൗസ് പേരൻറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് പേരൻസ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, പക്ഷേ കുട്ടികൾക്ക് അത് ചെയ്യാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ആവശ്യമുള്ളപ്പോൾ ഗൈഡൻസ് കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് കുട്ടികൾ സ്വന്തമായി പഠിക്കാനും വളരാനും വളരെയധികം കുട്ടികളെ സഹായിക്കുന്നു. ഹെലികോപ്റ്റർ പേരൻറ്റിങ് ഇതെന്താണെന്ന് വെച്ചാൽ, കുട്ടിയുടെ പുറകെ ഒരു ഹെലികോപ്റ്റർ പോലെ ഇങ്ങനെ ചുറ്റി നടക്കുകയാണ്. കുട്ടി എന്ത് ചെയ്യുന്നു, ഉടനെ തന്നെ ചെയ്യാനുള്ളൊരു ഫ്രീഡം കൊടുക്കുന്നില്ല. അവർ തെറ്റുകളിൽ നിന്ന് പഠിക്കുന്നില്ല. ഉടനെ പേരൻസ് അത് തിരുത്തുക, കുട്ടിക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ ഫേസ് ചെയ്യാനുള്ളൊരു ചാൻസേ കൊടുക്കുന്നില്ല. അതേസമയം വേറൊരു പേരൻറ്റിംഗ് ആണ് ഫ്രീ റേഞ്ചിങ് പേരൻറ്റ്. അതായത് കുട്ടിക്ക് എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്, ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. അപ്പോൾ ലൈറ്റ് ഹൗസ് പേരൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ്ഡ് പേരൻറ്റിംഗ് ആണ്. ഏറ്റവും എക്സ്ട്രീമിൽ ഹെലികോപ്റ്റർ പേരൻറ്റിങ്ങും മറ്റേ എക്സ്ട്രീമിൽ ഫ്രീ റേഞ്ചിങ് പേരൻറ്റിങ്ങും ഇതിന് ഏകദേശം നടുവിൽ വരുന്നതാണ്. അഭിപ്രായത്തിൽ ഏറ്റവും നല്ല പേരൻറ്റിംഗ് ഇത് തന്നെയാണ്. ഹെലികോപ്റ്റർ പേരൻറ്റിംഗ് കുട്ടികൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുകയും യാതൊരു സ്വാതന്ത്ര്യവും കൊടുക്കാതെ ഉള്ള പേരൻറ്റിംഗ് ആണ്. അതേസമയം ലൈറ്റ് ഹൗസ് പേരൻറ്റ് കുട്ടിയെ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കുട്ടി നല്ലതേ ചെയ്യൂ എന്ന് വിശ്വസിക്കുകയും കുട്ടിക്ക് അതുകൊണ്ടൊരു കോൺഫിഡൻസ് ഉണ്ടാകുകയും ചെയ്യുന്നു. ഓരോ കാര്യങ്ങൾ പഠിക്കാനും അതിൽ തെറ്റ് വരികയാണെങ്കിൽ തെറ്റുകളിൽ നിന്ന് പഠിക്കാനും ആവശ്യമുള്ളപ്പോൾ പേരൻറ്റിൻ്റെ സപ്പോർട്ടും ഗൈഡൻസും കിട്ടുമെന്ന് കുട്ടിക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. എൻ്റെ കൂടെ എപ്പോഴും പേരൻസ് ഉണ്ട് ഗൈഡ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും എന്ന് കുട്ടികൾക്ക് എപ്പോഴും ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പേരൻറ്റിംഗ് കൊണ്ടുള്ള ഗുണം, കുട്ടി സെൽഫ് സഫിഷ്യൻ്റായി വളരുന്നു, നല്ല കോൺഫിഡൻസ് ഉള്ള കുട്ടിയാകുന്നു, നല്ല സെൽഫ് എസ്റ്റീം ഉള്ള കുട്ടികളാകുന്നു. സ്വാതന്ത്ര്യം കൊടുക്കുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും അതിൽ തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകളിൽ നിന്ന് പേരൻസിൻ്റെ സപ്പോർട്ടോട് കൂടി പഠിക്കാനും കുട്ടികൾക്ക് സാധിക്കുന്നു. അപ്പോൾ ആവശ്യമുള്ളപ്പോഴെല്ലാം പേരൻസിൻ്റെ സഹായവും സപ്പോർട്ടും കിട്ടുകയും തെറ്റിൽ നിന്ന് പഠിക്കുകയും ഏത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഏത് പരാജയം ഉണ്ടെങ്കിലും അതെല്ലാം ഫേസ് ചെയ്യാനുള്ള നല്ല ഒരു ധൈര്യം കുട്ടികൾക്ക് കിട്ടുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഭാവിയിൽ എന്ത് പ്രോബ്ലം ഉണ്ടായാലും കുട്ടികളങ്ങ് അത് തരണം ചെയ്തുകൊള്ളും. കുട്ടികൾക്കൊരു കാര്യം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഹെലികോപ്റ്റർ പേരൻ്റ് ആണെങ്കിൽ, അയ്യോ ഞാനിത് ചെയ്താൽ അച്ഛനും അമ്മയും വഴക്ക് പറയോ, അച്ഛനും അമ്മയും വഴക്ക് പറയുമോ എന്നുള്ള ഒരു ഫീലിങ്ങും, ഇത് അച്ഛനും അമ്മയും നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ ഈ ചെയ്യുന്നത് തെറ്റാണോ എന്ന് എപ്പോഴും കുട്ടിക്കൊരു കുറ്റബോധം കാണും, ഒരു ധൈര്യക്കുറവ് കാണും. അതേസമയം ലൈറ്റ് ഹൗസ് പേരൻസിൻ്റെ കുട്ടികൾ കുറ്റപ്പെടുത്തലില്ലാതെ ഭയമില്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ പേരൻസ് അത് സപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു വിശ്വാസം കുട്ടികൾക്ക് വളരെയധികം ഉള്ളതുകൊണ്ട് എന്ത് കാര്യം ചെയ്യാനും മുമ്പോട്ട് ഇറങ്ങുകയും അത് എന്തെങ്കിലും കുഴപ്പമുണ്ടായാലും അത് ഫേസ് ചെയ്യാനുള്ള മനോധൈര്യം കിട്ടുകയും ചെയ്യുന്നു. പിന്നെ ഏറ്റവും വലിയൊരു സംഗതി, പേരൻസിനോടുള്ള ബോണ്ടിങ് വളരെയധികം കൂടും. കുട്ടിയെ പേരൻസ് വിശ്വസിക്കുകയും ചെയ്യുന്നു, കുട്ടി അതുപോലെ തന്നെ പേരൻസിനെ വിശ്വസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ പേരൻറ് ചൈൽഡ് ബോണ്ടിങ് വളരെയധികം കൂടുകയും ബന്ധങ്ങൾ ശക്തിപ്പെടുകയും ചെയ്യുന്നു. ലൈറ്റ് ഹൗസ് പേരൻറ്റ് എല്ലാം ഫ്രീഡവും കൊടുക്കുക എന്നല്ല പറയുന്നത്, ഹെൽത്തി ബൗണ്ടറീസ് വയ്ക്കുന്നു. അതിനപ്പുറം കുട്ടികൾക്ക് പോവുകയില്ലെന്നുള്ളൊരു വിശ്വാസവുമുണ്ട്, കുട്ടികൾ പോവുകയുമില്ല. നല്ലതെന്ന് തോന്നുന്നത് സെലക്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കുട്ടികൾക്ക് കിട്ടിയിരിക്കും. ഇനി ലൈറ്റ് ഹൗസ് പേരൻറ്റിങ്ങിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ?
ദോഷങ്ങളുണ്ടെന്ന് പറയാൻ പറ്റുകയില്ല. പക്ഷേ എല്ലാ കുട്ടികൾക്കും നമുക്ക് പറ്റുകയില്ല. ചില കുട്ടികൾക്ക് കൂടുതൽ സപ്പോർട്ടും കൂടുതൽ കൺട്രോളും വേണ്ട കുട്ടികളുണ്ട്. ഒരു വീട്ടിൽ തന്നെ 2 കുട്ടികൾ 2 തരത്തിലായിരിക്കുമല്ലോ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടുതൽ സപ്പോർട്ടും കൂടുതൽ സൂപ്പർവിഷനും വേണ്ടി വന്നേക്കാം. അപ്പോൾ കുട്ടിയുടെ ആ ഒരു നേച്ചർ അനുസരിച്ചും ക്യാരക്ടർ അനുസരിച്ചും നമുക്ക് ഏത് തരത്തിലെ പേരൻറ്റിംഗ് ആണ് സ്യൂട്ടബിൾ എന്ന് നോക്കിയിട്ട് അതുപോലെ ചെയ്യാം. അപ്പോൾ കഴിയുമെങ്കിൽ എല്ലാ പേരൻസും ലൈറ്റ് ഹൗസ് പേരൻറ്റിംഗ് ആകണമെന്ന് തന്നെയാണ് എൻ്റെ സജഷൻ. പിന്നെ 1-to-1 ചൈൽഡ് അനുസരിച്ച് ഓരോ കുട്ടിയുടെ അനുസരിച്ച് നമുക്ക് പേരൻറ്റിംഗ് ടൈലർ ചെയ്യാവുന്നതാണ്. എല്ലാ പേരൻസിനും എല്ലാ കുട്ടികൾക്കും എപ്പോഴും നല്ലത് മാത്രം വരട്ടെ, നല്ല പേരൻസ് ആയി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.